ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന അളവുകൾ നമ്മുടെ അരഭാഗത്തെ വണ്ണം എടുക്കണം, അതേപോലെ കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം, മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണം. ഞാൻ 2 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് പകുതി മുറിച്ച് ഞാൻ ഫ്രണ്ട് പീസിന് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കിയിടാം. ഫ്രണ്ട് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് വെച്ചിട്ടാണ് ബാക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 37 ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഓരോ മാർക്കിങ്ങുകളുമായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്തെ പടിക്കുള്ള മാർക്കിങ്ങാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. നമുക്ക് 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമ്മളെപ്പോഴും കാണുമല്ലോ പെൻസിൽ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒരു പടി ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. അത് നമുക്ക് ആദ്യം ഇതേപോലെ 2 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റിയാം. ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് വരച്ചതിൽ നിന്നാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 37 ഇഞ്ചാണ് നമുക്ക് വേണ്ടുന്ന ഇറക്കമെങ്കിൽ നമ്മൾ എവിടെയാണോ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കും പടിയൊക്കെ വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ താഴേക്ക് ടേപ്പ് വെച്ചൊന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടുതൽ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ 38 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാൻ. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വണ്ണം എടുക്കാം. വണ്ണം എനിക്ക് 44 ഇഞ്ചാണ് എൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം കിട്ടിയേക്കുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ഇട്ട് 12 ഇഞ്ചിലാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മുടെ അരയുടെ വണ്ണം 40 ആണെങ്കിൽ 10 എടുക്കുക, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 44 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതേപോലെ സെയിം താഴേക്ക് പ്രത്യേക അളവൊന്നുമില്ല, കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് ഒരു 12 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുക. ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. ക്രോച്ച് ലെങ്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ അരവണ്ണത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കുറച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 13.5 ഇഞ്ചിലാണ് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ തയ്യൽ തൂമ്പെല്ലാം നമുക്കിതിൽ പോകും കേട്ടോ. അപ്പോൾ 13.5 ഇഞ്ച് 40 തൊട്ട് 46 ഇഞ്ച് വരെ ഉള്ളവർക്ക്, വണ്ണമുള്ളവർക്ക് ഈ 13.5 ഇഞ്ച് തന്നെ ക്രോച്ചിൻ്റെ ലെങ്ത് മതി കേട്ടോ. അതിനുശേഷം ആ മാർക്കിങ്ങിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ആ 2.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഒരു കർവ് ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം. വേണ്ടില്ലേ? ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കാവേ. ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്കിതേ ഒരു ലൈനാക്കി മാറ്റാം. ഈ ഒരു ഭാഗം ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈനാക്കി മാറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് മാർക്കിങ്ങുകളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എത്രയാണ് ഇതിൻ്റെ ഒരു നീളമെന്ന് നമുക്കിതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 14.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി 7.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 സൈഡിൽ 7.25 വെച്ച് വരും. അല്ലെ ടേപ്പ് ഇതുണ്ട്, നമ്മൾ ടേപ്പ് നേരെ വെച്ചതിന് ശേഷം അതിൻ്റെ പകുതി ഒന്ന് മടക്കി നോക്കി വെച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്താലും അതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 7.25 ഇഞ്ചാണ്. ആ 7.25 ഇഞ്ച് താഴെ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. മനസ്സിലായില്ലേ? ആ മുകളിലത്തെ അളവ് അതേപോലെ തന്നെ നമ്മൾ താഴെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എത്രയാണോ നമ്മളുടെ അളവ് കിട്ടുന്നത് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ടേപ്പ് ഇങ്ങനെ വയ്ക്കുക. ഇപ്പം 20 കിട്ടിയെങ്കിൽ 10 ഇഞ്ചിൽ നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എത്രയാണോ നമുക്ക് അളവ് കിട്ടിയേക്കുന്നത് അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ആ മാർക്കിങ്ങിൽ നിന്ന് മുകളിലേക്ക് മാറ്റി ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ആ മാർക്കിങ്ങാണ് നമ്മളുടെ മുട്ടിൻ്റെ ഭാഗത്തെ നമുക്ക് വണ്ണം കിട്ടിയില്ല, ആ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈനിലാണ് കേട്ടോ.
ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഓരോരോ അളവുകളായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് കിട്ടിയേക്കുന്നത് 12 ഇഞ്ചാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം 12ൻ്റെ പകുതി എടുക്കുക. അപ്പം 6 ഇഞ്ച് കിട്ടും. ആ 6 ഇഞ്ച് ഈ നടുക്ക് നമ്മളൊരു പോയിൻ്റ് വരച്ചിട്ടില്ല, ആ പോയിൻ്റിൽ നിന്ന് ആ 6 ഇഞ്ച് 3 ഇഞ്ച് രണ്ട് സൈഡിലേക്കും കിട്ടുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം കിട്ടിയത് എൻ്റെ പകുതി എടുക്കുക. പകുതി 6 ഇഞ്ച് കിട്ടി. ആ 6 ഇഞ്ച് ആ നടുക്കത്തെ മാർക്കിങ്ങിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 ഇഞ്ച് വീതം കിട്ടുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണവും അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണം ഒന്ന് റൗണ്ടായിട്ട് എടുത്തു നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ചിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 ഇഞ്ചിന് ഒരു അര ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. മനസ്സിലായില്ലേ? നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണത്തിൻ്റെ പകുതി എടുക്കുക. ആ പകുതി രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ. അപ്പോൾ 10 നമ്മുടെ മുട്ടിൻ്റെ 20 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പകുതി 10. അതിനെ 5 വീതം രണ്ട് സൈഡിലേക്ക്, ആ മാർക്കിങ്ങിൻ്റെ രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ഒന്ന് ലൈനാക്കി മാറ്റിയെടുക്കാം. നമുക്ക് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും കിട്ടാനുണ്ട്. നമുക്ക് ഈ പാൻറ്റിൻ്റെ ഷേപ്പൊക്കെ വരയ്ക്കുന്ന സ്കെയില്, ആ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. ഈ സ്ട്രൈറ്റായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഭാഗത്തെ ലൈൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാലിൻ്റെ ഈ ഒരു സൈഡിലത്തെ മാർക്കിങ്ങും കൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ മുകൾ ഭാഗത്ത്, ആ 1 ഇഞ്ച് മാർക്കിങ്ങിലേക്ക് നമുക്കിതേപോലെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. കാലിൻ്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മീറ്റർ തുണി വാങ്ങിച്ചതിലെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി പകുതി തുണി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ച തുണിയിലാണ് നമ്മൾ ഈ കട്ടിങ് ബാക്കിൻ്റെ കട്ടിങ് ഒന്ന് ചെയ്തെടുക്കുന്നത്. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ചെരിച്ചൊന്ന് വിട്ടുവാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ചെരിച്ച് വെട്ടുന്നത്. നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മുടെ ബാക്കിൻ്റെ ഭാഗം ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. കണ്ടില്ലേ? ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ചുളുക്കമൊക്കെ മാറ്റി നമ്മൾ വൃത്തിയായിട്ടൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് വെട്ടി വെച്ചിട്ടില്ലേ, അത് ഇതേപോലെ സൈഡ് ഇതുമായിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഒട്ടും ചുളിവൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് നിവർത്തിയിടാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിൻ്റെ ഒരു മാർക്കിങ്ങുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ബാക്കിന്, അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മുകൾ ഭാഗം ഇച്ചിരി കയറി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ബാക്കി പീസ് നിവർത്തിയിടാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ മാർക്കിങ് ചെയ്യാം. നമുക്ക് ഈ ഒരു 44 സൈസ് വണ്ണമുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് പാൻറ്റൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പീസിൽ ഇവിടെ ഒരു 2.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത്, ബാക്കി പീസിൽ ഒരു 4 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് സ്കെയിലുള്ളൊരു സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ കൈ കൊണ്ടൊരു കർവ് ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഒരു ഫ്രണ്ട് പീസിനെക്കാട്ടിലും ഒരു 2 ഇഞ്ചൊക്കെ കൂടുതൽ ഇവിടെ ഇങ്ങനെ തള്ളി നിന്നാൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊരു 2 ഇഞ്ച്, അതുകൊണ്ട് ഇതേപോലെ ഒരു 2 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മളതൊരു ഷേപ്പ് വരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ക്രോച്ചിൻ്റെ നമ്മൾ കർവ് വരച്ച ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. ആ ഒരു കോർണറിൽ നിന്ന്, മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗത്തെ മാർക്കിംഗ് ആണ് ചെയ്യേണ്ടത്, മുകൾ ഭാഗത്തെ. അത് നമ്മുടെ ഫ്രണ്ട് പീസിനെക്കാട്ടിലും നമ്മൾ ഈ ക്രോച്ച്
കർവ് ഷേപ്പ് വരച്ച ഭാഗത്ത് ആണ് നമ്മൾ മാർക്കിങ് ചെയ്യേണ്ടത് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലല്ല. നമ്മുടെ ആ ഒരു കർവ് ഷേപ്പ് വരച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ചെരിച്ചൊരു മാർക്കിങ് കൊടുക്കാം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ലൈനിലേക്ക്. ആ ഭാഗം നമുക്ക് കൂടുതൽ വേണ്ട, ഈ മുകളിലത്തെ ഭാഗം മാത്രം നമുക്ക് 2 ഇഞ്ച് ഇതേപോലെ വരച്ചിട്ട് ഒരു ചെരിച്ചൊരു ലൈനാക്കി വരച്ച് കൊടുക്കുക. ഇതുകൊണ്ട് ഇതേപോലെ ഒരു സൈഡ് കറക്റ്റ് ഫ്രണ്ട് പീസുമായിട്ട് മുട്ടി നിൽക്കണം. ഈ ഓപ്പോസിറ്റ് സൈഡിൽ 2 ഇഞ്ച് കൂടുതലും വേണം. ആ രീതിയിൽ നമുക്കൊന്ന് വരച്ച് ചെരിച്ച് വരച്ചതിന് ശേഷം നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേരെ. അപ്പോൾ എനിക്കതൊരു സന്തോഷമാകും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ വീണ്ടും വീഡിയോ ഇടാനും ശ്രമിക്കും. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് താഴെ നമ്മൾ 2 ഇഞ്ച് പടി വരച്ച് കൊടുത്ത് ബാക്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ച് 2 പീസിലും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഓരോ ചെറിയ കട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പം കൂട്ടുകാർ അതും കൂടെ കണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കണം കേട്ടോ. എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. നമുക്ക് പടി വേണമല്ലോ, ഇലാസ്റ്റിക് ഇടാനും ഫ്രണ്ടിൽ പടിക്കും വേണ്ടിയിട്ടുള്ളൊരു പടിയാണ് ഇത്. അതിൻ്റെ 2.5 ഇഞ്ച് വീതിയിലാണ് നമ്മളൊന്ന് വെട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഈ ഒരു പടി ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസായിട്ടാണ് വെട്ടിയെടുക്കേണ്ടത്. ഇതിൻ്റെ താഴെ ഒരു പീസും കൂടി ഉണ്ട്, ബാക്കിനും ഫ്രണ്ടിനും ഉള്ളതാണ്. ഇതേപോലെ കൂട്ടുകാരൊന്ന് വെട്ടി വയ്ക്കുക. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. താങ്ക് യു.